നന്ദിനി 2-ന്റെ എപ്പിസോഡ് 2-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം ഗംഗ വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന സെൽവറാണി ഗംഗയോട് സ്വപ്നം കണ്ടത് ഓർമ്മിച്ച് വിഷമിക്കേണ്ട, ഞാൻ പറയുന്ന ഗുരുജിയെ പോയി കണ്ടാൽ മതി, എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ഗുരുജി പറയുമെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ അരുൺ സെൽവറാണി പറഞ്ഞ ഗുരുജിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഗുരുജിയെ കാണുന്ന അരുണ് ഗംഗ കണ്ട സ്വപ്നത്തെക്കുറിച്ച് എല്ലാം പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ഗുരുജി ഗംഗ താമസിക്കുന്ന വീട് കാണണമെന്ന് പറയുകയാണ്. ശേഷം ഗുരുജി പാലസിലേക്ക് വരുന്നു. ഗുരുജിയെ എല്ലാവരും ക്ഷണിച്ച് അകത്തേക്ക് കയറ്റുകയാണ്. അകത്തേക്ക് കയറുന്ന ഗുരുജിക്ക് അവിടെ ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം മനസ്സിലാവുകയാണ്. ആ കാര്യം മനസ്സിലാക്കുന്ന ഗുരുജി കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷം കയ്യിലെടുത്ത് അതിലെ മുത്തുകളിൽ തൊട്ട് മന്ത്രം പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ്. അകത്ത് കയറുന്ന ഗുരുജി പാലസ് മുഴുവൻ നോക്കുകയാണ്. എന്നിട്ട് ഗുരുജി അവരോട്, ഇവിടെ ഏതോ ഒരു ശക്തിയുണ്ട്, ആ ശക്തി ദിവ്യശക്തിയാണോ ദുഷ്ടശക്തിയാണോ എന്ന് എനിക്ക് അറിയണം. അതിനുവേണ്ടി ഈ കുടുംബത്തിൽ പൂജ ചെയ്യേണ്ട എന്തെങ്കിലും വസ്തു പൂജ ചെയ്യാതെ വച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഗംഗ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഓർമ്മ വരുന്ന ഗംഗ ഗുരുജിയോട് നാഗമാണിക്യത്തിന്റെ കാര്യം പറയുകയാണ്. നന്ദിനിയുടെ ഫസ്റ്റ് സീസണിൽ നന്ദിനി ഗംഗയെ ഏൽപ്പിച്ച നാഗമാണിക്യത്തിന്റെ കാര്യമാണ് ഗംഗ പറഞ്ഞത്. ഗുരുജി നാഗമാണിക്യം കാണണമെന്ന് പറയുമ്പോൾ അരുണും ഗംഗയും കൂടി ഗുരുജിയെ വിളിച്ചുകൊണ്ട് നാഗമാണിക്യം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൂജാമുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നാഗമാണിക്യം ഇരിക്കുന്ന ബോക്സ് അരുണ് ഗുരുജിയുടെ കയ്യിൽ കൊടുക്കുന്നു. ഗുരുജി ആ ബോക്സ് തുറന്നു നോക്കുമ്പോൾ നാഗമാണിക്യം ഇരിക്കുന്നത് കാണുന്ന ഗുരുജി നാഗമാണിക്യം കയ്യിലെടുത്ത് നോക്കുകയാണ്. തുടർന്ന് ഗുരുജി അവരോട്, ഈ നാഗമാണിക്യം ഭൂമിയിൽ സൂക്ഷിക്കേണ്ട വസ്തുവല്ല, ഇതിന് പൂജ ചെയ്യുന്നവർക്ക് പുണ്യം കിട്ടും. 21 ദിവസം നിങ്ങൾ ഈ നാഗമാണിക്യത്തിനെ അഭിഷേകം ചെയ്ത് പൂജ ചെയ്യണം. 21ാമത്തെ ദിവസം ഗുരുജി പറയുന്ന ക്ഷേത്രത്തിൽ നാഗമാണിക്യം കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. ഗംഗയും അരുണും ഗുരുജി പറയുന്നത് പോലെ എല്ലാം ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്. മറുവശത്ത് ഒരു മന്ത്രവാദി കളം വരച്ച് പൂജ ചെയ്യുകയാണ്. ഈ സമയം തന്നെ അരുണും ഗംഗയും നാഗമാണിക്യത്തിന്റെ പൂജ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മന്ത്രവാദി കുഴിച്ചെടുത്ത എല്ല് വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത്. അയാൾ മന്ത്രം പറഞ്ഞിരിക്കുകയാണ്. മന്ത്രം പറയുമ്പോൾ ഒരു ശക്തി അവിടെ വരികയും ആ ശക്തി മന്ത്രവാദി അരുണിന്റെ പാലസിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുകയാണ്. പക്ഷെ ഈ സമയം തന്നെ നാഗമാണിക്യത്തിന് ശക്തി ഉണ്ടാവുകയും അതിൽ നിന്ന് പുറത്തു വരുന്ന ശക്തി മന്ത്രവാദിയുടെ ശക്തിയെ ഇല്ലാതാക്കുകയാണ്. മന്ത്രവാദിയുടെ ശക്തി തിരിച്ച് അയാൾക്ക് നേരെ പോവുകയും അയാൾക്ക് ആ കാര്യം മനസ്സിലാവുകയും ചെയ്യുകയാണ്. ആ പാലസിൽ ഏതോ ഒരു ശക്തി ഉണ്ടെന്നും അത് അവരെ ഹെൽപ്പ് ചെയ്യുകയാണെന്നും മനസ്സിലാക്കുന്ന മന്ത്രവാദി ദേഷ്യം കൊണ്ട് അലറി വിളിക്കുകയാണ്. അടുത്ത ദിവസം ഉറങ്ങുന്ന ഗംഗ സ്വപ്നം കണ്ട് ചിരിക്കുന്നത് കാണുന്ന അരുണിന് പൂജ ചെയ്തത് കൊണ്ട് ഫലമുണ്ടായി എന്നും മനസ്സിലാവുകയാണ്. ആ കാര്യം ഉണരുന്ന ഗംഗയോടും അരുണ് പറയുകയാണ്. ശേഷം ദേവസേന തിരിച്ചു വരികയാണ്. ദേവസേന വളരെ സന്തോഷത്തോടെയാണ് തിരിച്ചു വരുന്നത്. ദേവസേനയെ കാണുന്ന ഗംഗയും അരുണും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഗുരുജിയെ കാണുന്ന അങ്കിള് അരുണിനോട് കാര്യം ചോദിക്കുമ്പോൾ 21 ദിവസം പൂജ നടക്കുന്ന കാര്യവും പൂജ നടത്തി തുടങ്ങിയതിന് ശേഷം ഇവിടെ നല്ലതാണ് നടക്കുന്നതെന്നും പറയുകയാണ് അരുൺ. അടുത്ത സീനിൽ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. വിലാസിനിയും പുരുഷോത്തമനും ബാംഗ്ലൂരിലേക്ക് ഒരാഴ്ചത്തേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ അസോസിയേഷന്റെ പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് ദേവസേനയും കൂട്ടിക്കൊണ്ടു പൊയ്ക്കോട്ടെ എന്ന് വിലാസിനി ഗംഗയോട് ചോദിക്കുകയാണ്. അത് കേട്ട് ഗംഗ ഒന്നും പറയാതെ വിഷമിച്ചിരിക്കുകയാണ്. അത് കേൾക്കുന്ന അരുൺ അവരോട്, നാളെ പൂജയുടെ അവസാന ദിവസമാണ്, പൂജ ചെയ്യേണ്ട ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇവിടെ നിന്ന് കുറെ ദൂരം യാത്ര ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് ദേവസേനയുടെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദേവസേന നിങ്ങളുടെ കൂടെ വരുന്നതിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് അരുൺ പറയുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ദേവസേനയോടും അരുൺ ചോദിക്കുമ്പോൾ അരുണിന് സമ്മതമാണെങ്കിൽ ദേവസേന പോകാമെന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് ആ മന്ത്രവാദി കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഒറ്റക്കാലിൽ തപസ് ചെയ്യുകയും ധ്യാനം ചെയ്യുകയും ചെയ്യുകയാണ്. ശേഷം ബാംഗ്ലൂരിലെത്തുന്ന ദേവസേന ഗംഗയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ്. ദേവസേന അവിടെ ഹാപ്പിയായി ഇരിക്കുന്നു എന്നറിയുന്ന ഗംഗ സന്തോഷത്തോടെ നിൽക്കുന്നു. അരുണും ദേവസേനയോട് സംസാരിക്കുകയാണ്. അടുത്ത സീനിൽ പൂജ ചെയ്യാൻ പോകാൻ വേണ്ടി ഗംഗയും അരുണും റെഡിയായി വരികയാണ്. കുറെ ദൂരം യാത്ര ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇറങ്ങിയാലേ സമയത്തിന് എത്താൻ കഴിയുകയുള്ളൂ എന്ന് ഗുരുജി പറയുന്നത് കേൾക്കുന്ന അവർ അപ്പോൾ തന്നെ കാറിൽ കയറി പോവുകയാണ്. ദേവസേന ഇല്ലാത്തത് അരുണിന് വിഷമം തോന്നുകയാണ്. ഈ യാത്രയിൽ ദേവസേന കൂടി വേണമായിരുന്നു എന്ന് അരുണിനും ഗംഗയ്ക്കും തോന്നുകയാണ്. ഈ സമയം അരുണ് പൂജയ്ക്കുള്ള എന്തോ എടുക്കാൻ മറന്നു എന്നും നിങ്ങൾ
ക്ഷേത്രത്തിലേക്ക് പോയി പൂജ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എത്താമെന്നും പറഞ്ഞിട്ട് അരുൺ കാറിൽ നിന്ന് ഇറങ്ങി വേറൊരു ടാക്സി വിളിച്ച് അതിൽ കയറി പോവുകയാണ്. മറുവശത്ത് മന്ത്രവാദി പൂജ ചെയ്യുകയാണ്. ശേഷം പാലസിൽ വരുന്ന അരുൺ പാലസിന്റെ അകത്തേക്ക് ഓടി പോവുകയാണ്. ഈ സമയം മന്ത്രവാദിയുടെ ശക്തിയുടെ ഫലമായി പാലസിന്റെ മുകളിൽ ഒരു ശക്തി വരികയാണ്. തുടർന്ന് ഗുരുജിയും ഗംഗയും ക്ഷേത്രത്തിലെത്തുകയാണ്. പൂജാ സാധനങ്ങളെല്ലാം ഗംഗ ആ ക്ഷേത്രത്തിലെ പൂജാരിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഗംഗ അരുൺ വരുന്നത് നോക്കി വിഷമിച്ച് നിൽക്കുകയാണ്. ഇത്രയും ദിവസം പൂജ ചെയ്തിട്ട് ലാസ്റ്റ് പൂജ ചെയ്യാതിരുന്നാൽ അതിന്റെ അനന്തരഫലം കഠിനമായിരിക്കും. ഈ പൂജ നടന്നേ കഴിയൂ എന്ന് പറഞ്ഞ് ഗുരുജി നിർബന്ധിച്ച് ഗംഗയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഗംഗ മനസ്സോടെ പൂജ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. പൂജ ചെയ്യുകയാണെങ്കിലും ഗംഗ ഇടയ്ക്കിടയ്ക്ക് അരുൺ വരുന്നുണ്ടോ എന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. മറുവശത്ത് മന്ത്രവാദിയുടെ പൂജയുടെ ഫലമായി ഉണ്ടായ മിന്നൽ ശക്തി കാരണം പാലസ് ഇടിഞ്ഞു വീഴുകയാണ്. അതിൽപ്പെട്ട് അരുണ് മരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ പൂജ നടക്കുന്ന ക്ഷേത്രത്തിൽ വന്ന് ഒരാൾ ഗുരുജിയോട് ഈ കാര്യം പറയുകയാണ്. ഡൗട്ട് തോന്നുന്ന ഗംഗ പൂജ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഗുരുജിയുടെ അടുത്ത് പോയി കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗുരുജി ഗംഗയോട് അരുണിന് സംഭവിച്ച കാര്യം പറയുകയാണ്. അത് കേട്ട് ഷോക്കിൽ തലകറങ്ങി വീഴുകയാണ് ഗംഗ. അടുത്ത സീനിൽ ബാംഗ്ലൂരിൽ താമസിക്കുന്ന പുരുഷോത്തമനെ ഫോണിൽ വിളിച്ച് ഒരാൾ പാലസിൽ നടന്ന കാര്യങ്ങൾ പറയുകയാണ്. ഇടിമിന്നൽ കാരണം പാലസ് ഇടിഞ്ഞു വീണു എന്നും പാലസിൽ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചു എന്നും പോലീസ് ഇൻവെസ്റ്റിഗേഷന് വന്നിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് നിങ്ങൾ ദേവസേനയും കൂട്ടി നാട്ടിലേക്ക് വരണമെന്നും പറയുകയാണ്. ഇതിൽ നിന്നും ഗംഗയുടെ കാര്യം ആർക്കും അറിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിഷമിച്ചു നിൽക്കുന്ന പുരുഷോത്തമൻ അവിടെ വരുന്ന വിലാസിനിയോട് ഈ കാര്യങ്ങൾ പറയുകയാണ്. അത് കേട്ട് വിലാസിനിയും വിഷമിച്ചിരിക്കുകയാണ്. അവർ വിഷമിച്ച് കരയുന്നത് കണ്ടുകൊണ്ട് അവിടെ വരുന്ന ദേവസേന അങ്കിൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പുരുഷോത്തമൻ വളരെ വിഷമത്തോടെ ദേവസേനയോട് കാര്യങ്ങൾ പറയുകയാണ്. അത് കേട്ട് ഷോക്കിൽ നിൽക്കുന്ന ദേവസേന വിഷമിച്ച് കരയുകയാണ്. അടുത്ത സീനിൽ ഇടിഞ്ഞു വീണ് കിടക്കുന്ന പാലസിന്റെ അടുത്ത് മന്ത്രവാദി വരികയാണ്. ഈ മന്ത്രവാദി ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്ന നമ്പൂതിരി മന്ത്രവാദിയുടെ മകൻ അഷ്ടവക്രയാണ്. തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരായ എല്ലാവരും മരിച്ചതിൽ സന്തോഷത്തോടെ നിൽക്കുന്ന അഷ്ടവക്ര സന്തോഷം കൊണ്ട് അലറി വിളിക്കുകയാണ്. അപ്പോൾ അവിടെ അരുണിന്റെയും ഗംഗയുടെയും ദേവസേനയുടെയും ഒരുമിച്ചുള്ള ഫാമിലി ഫോട്ടോ കാണുന്ന അഷ്ടവക്രയ്ക്ക് ഈ ഫാമിലിയിൽ ആരോ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അതറിയുന്ന അഷ്ടവക്ര ആ ഫോട്ടോ കയ്യിലെടുക്കുമ്പോൾ ആ ഫോട്ടോ കയ്യിലിരുന്ന് കത്തുകയാണ്. അത് കണ്ട് പേടിക്കുന്ന അഷ്ടവക്ര ഫോട്ടോ തറയിലെറിയുകയാണ്. അഷ്ടവക്രയ്ക്ക് തന്റെ ശത്രുവിനെ രക്ഷിക്കാൻ ഏതോ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് മനസ്സിലാവുകയാണ്. ആ ശക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി പുതിയ വിദ്യകൾ പഠിച്ച് തിരിച്ചു വരുമെന്നും 3 കാലചക്രങ്ങൾ കണ്ടുപിടിച്ച് അതിലെ ശക്തികൾ സ്വന്തമാക്കുമെന്നും എന്നിട്ട് അച്ഛന് ജീവൻ കൊടുക്കുമെന്നും എന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഞാൻ തിരിച്ചു വരുമെന്നും പറഞ്ഞ് അട്ടഹസിക്കുകയാണ് അഷ്ടവക്ര. ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ദേവസേന അരുണിനെയും ഗംഗയെയും ഓർമ്മിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വരുന്ന അങ്കിളും വിലാസിനിയും കൂടി ദേവസേനയെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അവർ ദേവസേനയെ നോക്കാമെന്നും അവരുടെ കുടുംബത്തിലെ ഒരംഗമാണ് ദേവസേന എന്നും പറയുകയാണ്. അടുത്ത സീനിൽ അഷ്ടവക്ര പുതിയ വിദ്യകൾ പഠിക്കാൻ വേണ്ടി ഒത്തിരി ഫേമസ് ആയ ഗുരുദേവനെ അന്വേഷിച്ച് നടക്കുകയാണ്. ശേഷം ഫുഡ് കഴിക്കുന്ന സമയം വിലാസിനി പ്രണവിന് ഫുഡ് കൊടുക്കുന്നത് കാണുന്ന ദേവസേനയ്ക്ക് ഗംഗയെ ഓർമ്മ വരികയാണ്. അതെല്ലാം ഓർമ്മ വരുന്ന ദേവസേന കരയുന്നത് കാണുന്ന പുരുഷോത്തമൻ ദേവസേനയ്ക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ്. അത് കാണുന്ന വിലാസിനിയും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. തുടർന്ന് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ദേവസേന ഗംഗയെ സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന അങ്കിള് ദേവസേനയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും മറ്റൊന്നിനെയും കുറിച്ച് ഓർമ്മിക്കാതെ കിടന്നുറങ്ങാനും പറയുകയാണ്. അടുത്ത സീനിൽ വിദ്യ പഠിക്കാൻ വേണ്ടി അഷ്ടവക്ര ഗുരുദേവനെ കണ്ടുപിടിച്ച് ഗുരുദേവന്റെ അടുത്തേക്ക് പോവുകയാണ്. ഗുരുദേവൻ ധ്യാനത്തിൽ ഇരിക്കുകയാണെന്നും എപ്പോൾ ധ്യാനം അവസാനിക്കുമെന്ന് അറിയില്ല എന്നും ഗുരുദേവന്റെ മകൾ അഷ്ടവക്രയോട് പറയുകയാണ്. അത് കേൾക്കുന്ന അഷ്ടവക്ര കാടും മലയും താണ്ടി ഗുരുദേവനെ അന്വേഷിച്ച് ഇത്രയും ദൂരം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഗുരുദേവനിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വിദ്യ പഠിച്ചിട്ടേ പോവുകയുള്ളൂ. അതുവരെ ഞാനും ഇവിടെ ധ്യാനത്തിൽ ഇരിക്കുമെന്നും പറഞ്ഞ് ഗുരുദേവന്റെ ഓപ്പോസിറ്റായി അഷ്ടവക്രയും ഇരിക്കുകയാണ്. മറുവശത്ത് പുരുഷോത്തമൻ പ്രണവ് പഠിക്കുന്ന സ്കൂളിൽ തന്നെ ദേവസേനയ്ക്ക് അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞ് സ്വീറ്റ്സും കൊണ്ട് ദേവസേനയ്ക്ക് കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന ദേവസേന സന്തോഷത്തോടെ ഇരിക്കുകയാണ്. സ്വീറ്റ്സ് കിട്ടുന്ന ദേവസേന സ്വീറ്റ്സിൽ കുറച്ചെടുത്ത് പ്രണവിന് കൊടുത്തിട്ട് ബാക്കി സ്വീറ്റ്സ് ദേവസേന കഴിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന പുരുഷോത്തമനും വിലാസിനിയും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഗുരുദേവനിൽ നിന്ന് അഷ്ടവക്ര വിദ്യ പഠിച്ചോ എന്നും വർഷങ്ങൾക്ക് ശേഷമുള്ള ദേവസേന
സിനിയെ കാണാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്